നോക്കൂ, ഈ ആലത്തൂർ വളരെ കൗതുകരമായിട്ടൊരു മണ്ഡലമാണ്. അതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ വക്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. 7 മണ്ഡലവും അവരുടെ കയ്യിലാണ്. അല്ലെ, ഇടതു മണ്ഡലം ആണ്. LDF സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. 2 മന്ത്രിമാരുണ്ട്. ഇപ്പോൾ കെ രാധാകൃഷ്ണനുമുണ്ട്, ചിറ്റൂരിൽ നിന്ന് കെ കൃഷ്ണൻകുട്ടിയുമുണ്ട്. 2 മന്ത്രിമാരുള്ള മണ്ഡലമാണ്. 7 MLA-മാരും ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. ഒരു കണക്ക് അദ്ദേഹം പറയുകയുണ്ടായി, എല്ലായിടത്തും 20,000-ലേറെ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ 7 മണ്ഡലങ്ങളിൽ നിന്ന് 7-14 1,40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിസ്സാരമായി ജയിച്ചു വരാവുന്ന ഒരു മണ്ഡലമാണ്. 2009 രൂപീകരിച്ച ശേഷം 2 തവണയും PK ബിജു ആയിരുന്നു. 2019 മാത്രമാണ് അതൊരു പക്ഷേ വിജയമായിരുന്നു. അത് പക്ഷേ എല്ലായിടത്തും സംഭവിച്ചല്ലോ. എല്ലായിടത്തും സംഭവിച്ചു എന്ന് മാത്രമല്ല, ഒരു നാക്കുപിഴ രമ്യ ഹരിദാസിനെ സഹായിച്ചിട്ടുമുണ്ടല്ലോ. ഉണ്ട്. അതിൽ എ വിജയരാഘവന്റെ നാക്കുപിഴ, അതോടൊപ്പം തന്നെ PK ബിജു എന്ന് പറയുന്നത് 2019 അത്ര ഒരു ഫേവറബിൾ കാൻഡിഡേറ്റ് ആയിരുന്നില്ല ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. അതായത് ആ MP-ക്ക് എതിരായിട്ടുള്ള ഒരു വികാരവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പൊ 2024 കെ രാധാകൃഷ്ണനെ തെരഞ്ഞെടുക്കുന്നത് തന്നെ അങ്ങനെയാണെങ്കിൽ PK ബിജുവിന് വേണമെങ്കിൽ വരാമായിരുന്നു, ഒരിക്കൽ കൂടി മത്സരിക്കാമായിരുന്നു. പക്ഷേ PK ബിജു അവിടെ ഒരു അത്ര പോപ്പുലർ അല്ല എന്ന് പാർട്ടി തന്നെ മനസ്സിലാക്കുന്നതുകൊണ്ടാവണം കെ രാധാകൃഷ്ണനെ പോലെ ആളെ ഇറക്കി ആ മണ്ഡലം പിടിക്കുക എന്നുള്ളൊരു. പക്ഷേ ഒരു ചോദ്യമുണ്ട് അതിനകത്ത്, ഒരു മന്ത്രിയെ എന്തിനാ MP ആക്കും? അല്ല, അത് നിശ്ചയമായി. പക്ഷെ ആ മണ്ഡലം പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാ മണ്ഡലവും വളരെ പ്രധാനമാണ്. ഞാൻ കരുതുന്നത് ഇപ്പോൾ പൊളിറ്റ് ബ്യൂറോ അംഗം, മന്ത്രി, MLA പദവികളല്ല, സീറ്റ് നിലനിർത്തുക. ദേശീയ പാർട്ടി പദവി അത്ര പ്രധാനമാണ്. സീറ്റ് പിടിച്ചില്ലെങ്കിൽ, വോട്ട് ശതമാനം ഉയർത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ പണി പാളും. അങ്ങനെയെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. ഇദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. കെ ബിജു അവിടെ ചിലപ്പോൾ നിയമസഭയിൽ മത്സരിക്കാം, മന്ത്രിയാവുകയും. അതെ. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദേശീയ പാർട്ടി എന്നതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നഷ്ടമായ പ്രതിച്ഛായയ്ക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ, ആ പ്രതിച്ഛായ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ടാലി ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. 5 സീറ്റൊക്കെ കിട്ടുകയാണ് എങ്കിൽ നിശ്ചയമായും പിണറായി വിജയൻ സർക്കാരിന് പറയാം ഈ സർക്കാരിന്റെ പ്രതിച്ഛായ വളരെ മെച്ചമാണ്. ഈ ഭരണവിരുദ്ധ വികാരം മാറ്റി നിർത്തിയാൽ മണ്ണൊരുങ്ങിയിരിക്കുകയാണ്. ആലത്തൂരിന്റെ മണ്ണ് കെ രാധാകൃഷ്ണൻ വരുന്നതോടുകൂടി ചുവക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ പാട്ടും പാടി ജയിച്ചു. 1.5 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം. അത്രയും പോപ്പുലാരിറ്റി മണ്ഡലത്തിൽ നിലനിർത്താൻ, റീറ്റെയിൻ ചെയ്യാൻ രമ്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഈ സർവേയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. MP എന്ന നിലയ്ക്കുള്ള രമ്യയുടെ പ്രവർത്തനം എങ്ങനെയുള്ളത് പരിശോധിക്കാം. അതിനു മുൻപ് നമുക്ക് മണ്ഡല ചിത്രത്തിലേക്ക് പോകാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ PK ബിജുവിനെ 2 വട്ടം തുണച്ചതാണ് ആലത്തൂർ. അതിനുശേഷമാണ് രമ്യയിലേക്ക് വന്നത്. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ആലത്തൂർ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലേറ്റസ്റ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കോയ്മയുണ്ട്. കണക്കുകളിലേക്ക് വന്നാൽ ശതമാനക്കണക്ക് നിൽക്കുന്നത് 2014 LDF-ന്റെ വോട്ട് വിഹിതം 44.34% 2014. അതിൽ നിന്നും ഒരു കുതിച്ചുചാട്ടമാണ് 2019 രമ്യ ഹരിദാസ് നടത്തിയത്. 41.34 എന്ന 2014 ഫിഗറിൽ നിന്ന് 52.40 രമ്യ ഹരിദാസ് വന്നത്. അതെ, മത്സരിക്കാൻ എത്തുമ്പോൾ രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് കോൺഗ്രസ് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വലിയ വോട്ട് വിഹിതത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നു. നോക്കൂ, 44.34 നിന്ന് 36.8 LDF-ന്റെ വോട്ട് വിഹിതം കുറയുന്നത്. അതായത് അവിടുത്തെ ഡിപ്പ് മറുഭാഗത്ത് ഉയർച്ചയിലേക്ക് കൃത്യമായി പോകുന്നു. മൊത്തം വ്യത്യാസം എത്രയാണെന്നറിയാം? 16%. മാർജിൻ നോക്കൂ, 16% വ്യത്യാസത്തിലാണ് രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയിരിക്കുന്നത്. 1,60,000 വോട്ടിന് മേല്. അതെ, 2021 വരുമ്പോൾ ആ വോട്ടുകൾ, രമ്യ ഹരിദാസ് 2019 പിടിച്ച വോട്ടുകൾ ഉണ്ട് സാർ. നോക്കൂ സ്മൃതി മാഡം, അതായത് ഈ 2019 UDF-ന്റെ വോട്ട് ടാലി 52.40 ആണെങ്കിൽ 52.15 2021 LDF-ന് അത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വോട്ടിന്റെ ഒരു ഷിഫ്റ്റ് അവിടെ കൃത്യമാണ്. അതായത് ആ മണ്ഡലം തൂത്തുവാരി വിജയിച്ചിരിക്കുന്നത്, ആ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ LDF-ന്റെ കയ്യിലാണ്. അതെ, അപ്പോൾ UDF-ന്റെ വോട്ട് വിഹിതം താഴേക്ക് പോവുകയാണ്. താഴേക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ താഴേക്കല്ല, 32.86 തകർന്നടിയുകയാണ്. നല്ല ഡിപ്പാണ് അവിടെ സംഭവിക്കുന്നത്. 52 നിന്ന് 32 എന്ന് പറയുമ്പോൾ നോക്കൂ, 20% കുറവാണ്. 20% വോട്ടുകൾ അവിടെ കുറയുക എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ 2021 നിന്ന് 2024 വരുമ്പോൾ UDF-ന് അവിടെ കഴിഞ്ഞാൽ മാത്രമേ അവിടെ രമ്യ ഹരിദാസ് ഒരു തുടർച്ച കിട്ടൂ എന്ന സാധ്യതയാണ് ഈ ഫിഗർ നമുക്ക് നൽകുന്നത്. പക്ഷേ 2021 കഴിഞ്ഞുള്ള വർഷങ്ങളിൽ, കഴിഞ്ഞ 2.5 വർഷക്കാലം കണ്ട ഭരണവിരുദ്ധ വികാരം ആലത്തൂരിൽ ഉണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. NDA-യുടെ കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞു പോകാം. 9.45 2014 അവരുടെ അക്കൗണ്ടിലുള്ള വോട്ട് വിഹിതം. അത് 2019 ആകുമ്പോഴേക്കും കുറയുന്നുണ്ട്. 8.82%. 1% കുറഞ്ഞു. അതെ, 1% കുറയുന്നു. 2 തെരഞ്ഞെടുപ്പിലും BDJS ആണ് മത്സരിച്ചത്. അതെ, അതിനുശേഷം 2021 വരുമ്പോൾ അവർ ഈ വോട്ട് വിഹിതം ഉയർത്തുന്നുണ്ട്. നമ്മൾ വടകരയിൽ കണ്ടതിന് വ്യത്യസ്തമായി 13.49, അതായത് ഒരു 2 ഡിജിറ്റിലേക്ക് എത്തുന്നു. അതെ, 5% വളർച്ചയാണ് കാണിക്കുന്നത്. 8%, 8.2 നിന്ന്, അതായത് ഞാൻ പറയുന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8% അല്ലേ, 8.82%. അതിൽ നിന്ന് 2021 തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 13% വളർച്ച.
ഇപ്പോൾ ഇങ്ങനെയാണ് ആലത്തൂരിന്റെ ഒരു വോട്ടോഗ്രാഫ് നിൽക്കുന്നത്. ഇവിടെ നിയമസഭാ മണ്ഡലങ്ങളിലെ ഒരു സാന്നിധ്യം അത് LDF-ന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സ്ഥാനാർത്ഥിയായി വരുന്നത് സാക്ഷാൽ മന്ത്രി കെ രാധാകൃഷ്ണനാണ്. പക്ഷേ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു, മന്ത്രിയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ്, യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നതിന് മുൻപാണ്, ഫെബ്രുവരി 8 വരെയുള്ള സാമ്പിൾ സൈസാണ് നമ്മൾ പരിശോധിച്ചത്. ആ കാലയളവിൽ ഇടതുപക്ഷത്തിനാണോ അതോ UDF-നാണോ അതോ NDA-ക്കാണോ ആലത്തൂർ അനുകൂലമായി വിധി എഴുതിയത് എന്ന ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 വരുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇപ്പം പിന്നെ ആലത്തൂരിന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് സുജയ, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും എല്ലാ സ്ഥാനാർത്ഥികളെയും എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ രമ്യ ഹരിദാസിനെ എല്ലാവർക്കും അറിയാമായിരുന്നു. കേരളത്തിലുടനീളം പാട്ടൊക്കെ പാടി അങ്ങനെ രാഹുൽ ബ്രിഗേഡ് പാട്ടൊക്കെ പാടുന്ന ഒരു സ്ഥാനാർത്ഥി. പിന്നെ ആ പറഞ്ഞ വിജയരാഘവന്റെ ഒരു വിവാദമൊക്കെ വന്നതോട് ഈ ആലത്തൂർ മണ്ഡലത്തിലെ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയെ ഇടുക്കിയിലുള്ളവർക്കും അറിയാമായിരുന്നു, തിരുവനന്തപുരം കേരളം മുഴുവൻ അറിയാമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞത് അവരുടെ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും പോപ്പുലർ ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വളരെ പ്രധാനമാണ്. അത്ര പോപ്പുലർ ആണോ? MP അറിയാമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും അടുത്ത ചോദ്യം. MP അറിയാത്തവർ ആരുമില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും. 97.2%. 97.2%. മറ്റേത് 97.3 എടുക്കാം നമുക്ക്. അങ്ങനെ നോക്കുമ്പോൾ മറ്റു മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു കുറവാണ്, ചെറിയൊരു കുറവാണ്. എങ്കിലും അത്ര മോശമല്ല. നമുക്കിപ്പോൾ എന്താണ് പിന്നെ 100-ൽ 97 പേർക്ക് അറിയാവുന്ന പറയുന്നത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം എന്ന് തന്നെ നമുക്ക് എടുക്കാം. എങ്കിലും നമ്മൾ ഇതുവരെ കണ്ടതിനകത്ത് ഏതാനും ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് വല്ലാണ്ട് താഴെ. ബാക്കിയുള്ളവരൊക്കെ 97-98 റേഞ്ചിലാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു മോശപ്പെട്ട റിസൾട്ട് അല്ല നിശ്ചയമായും. അങ്ങനെയെങ്കിൽ നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിൽ ആലത്തൂരിൽ മാത്രമല്ല കേരളം മുഴുവൻ അറിയാവുന്ന പെങ്ങളൂട്ടിയുടെ പാട്ട് പോലെ പ്രവർത്തനം വന്നോ എന്ന് കൂടി അറിയണം. MP-യുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ആലത്തൂരിൽ രമ്യ ഹരിദാസ് MP എന്ന നിലയിൽ എത്രമാത്രം പെർഫോം ചെയ്തു എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം പ്രേക്ഷകർ നൽകുന്നു. നന്നായോ അതോ മോശമായോ? ഉത്തരങ്ങളിലേക്ക് വന്നാൽ വളരെ മികച്ചതെന്ന 12.4% പേരും, മികച്ചതെന്ന 25.0% പേരും, അതായത് 37.4% പേർക്ക് MP-യെ കുറിച്ച്, രമ്യ ഹരിദാസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. നോക്കൂ, ഇവിടെ മോശം എന്ന് പറഞ്ഞിട്ടുള്ളത് 8.9% ആളുകളും, വളരെ മോശം എന്ന് പറഞ്ഞിരിക്കുന്നത് 7.4% ആളുകളും. അങ്ങനെയാവുമ്പോൾ 16.3% ആളുകൾ മാത്രമാണ് മോശം എന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത് 37%-നും മേലിലാണ്. അതായത് 21% ഡിഫറൻസ്. നമ്മൾ വളരെ അപൂർവമായിട്ടാണ് ഈ പറഞ്ഞ 16 മണ്ഡലങ്ങളിലും, ഇപ്പോൾ 17 മണ്ഡലങ്ങൾ കഴിഞ്ഞു, 17 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന MP-യുടെ പ്രവർത്തനം വളരെ മികച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അപൂർവ മണ്ഡലങ്ങളേ ഉള്ളൂ. അതെ, ഇവിടെ ഇപ്പോൾ രമ്യ ഹരിദാസിന് അനുകൂലമായ ഒരു വികാരം അവിടെ നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം രമ്യ ഹരിദാസിന്റെ പ്രവർത്തനത്തിൽ 37.4% ആളുകൾ തൃപ്തി രേഖപ്പെടുത്തുമ്പോൾ കേവലം 16.3% ആളുകൾ മാത്രമാണ് മോശം എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ആശ്വാസകരമായ ഒരു റിസൾട്ടാണ് രമ്യ ഹരിദാസിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാകും ആലത്തൂർ ഇക്കുറി വോട്ടിടാൻ പോകുന്നത്? ആലത്തൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വോട്ട് വിഷയങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനാർത്ഥി ഇത്രയും പോപ്പുലറാണ്, സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് ആലത്തൂർ നിശ്ചയമായും നല്ല വോട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഉത്തരം? മറ്റു മണ്ഡലങ്ങളെ പോലെ തന്നെ വികസന പ്രവർത്തനത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. 32.6% പേർ പ്രധാന വിഷയമായി വികസനം കണക്കാക്കുന്നു. അത് ആശ്വാസകരമാണ്. വീണ്ടും കാരണം 32.6% ആളുകൾ വികസന പ്രവർത്തനമാണ് വളരെ പ്രധാനമെന്ന് പറയുമ്പോൾ 37.4% ആളുകൾ രമ്യ ഹരിദാസ് എന്ന MP-യുടെ വികസന പ്രവർത്തനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. അതോടൊപ്പം വിലക്കയറ്റം നോക്കൂ, 22% പേരാണ് സർക്കാർ വിരുദ്ധ വികാരം. അതായത് 7.4% ആളുകൾ അഴിമതി പ്രധാനമായിട്ട് കാണുന്നു. അതും ഒരു വലിയ ശതമാനം തന്നെയാണ് കേട്ടോ. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ അത് 3%, ചില സ്ഥലങ്ങളിൽ 4%, ചില സ്ഥലങ്ങളിൽ 5% എന്നാൽ ഇവിടെ 7.4% ആളുകൾ അഴിമതിയെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നു. 22% ആളുകൾ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നു. അപ്പോൾ 29.4% ആളുകൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതും രമ്യ ഹരിദാസിന് ഗുണകരമാകുന്ന ഫാക്ടറാണ്. അപ്പുറത്ത് മന്ത്രിയാണ്, മന്ത്രി കൂടി ആവുമ്പോൾ കുറച്ചുകൂടി ആ വികാരം എങ്ങനെ വരും എന്നുള്ളതാണ്. അതെ, അല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. അയോധ്യ ക്ഷേത്ര നിർമ്മാണവും രാജ്യ സുരക്ഷയും എത്രത്തോളം എന്നുള്ളതും പ്രധാനമാണല്ലോ. അതെ, 3.1 ആണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണം. ആകെ കൂടി 8.8. അതെ, അതൊരു നിശ്ചയമായും ഇപ്പോൾ BDJS ആണ് അവിടെ മത്സരിക്കുന്നത്.
അവിടെ ഒരു ചെറിയ ഗ്രോത്ത് ഈ പറയുന്ന 19 ലോക്സഭാ തെരഞ്ഞെടുപ്പും ചെറിയ ഗ്രോത്ത് അല്ല കേട്ടോ. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 5% വളർച്ച അവിടെ പിന്നെ BJP കാണിക്കുന്നുണ്ട്. നിശ്ചയമായും ഈ പറയുന്ന ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്യും, ഒരു സംശയവും വേണ്ട.